അങ്ങനെ ഉച്ചക്ക് ഊണ് കഴിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഉച്ചക്ക് ഊണ് കഴിച്ച് വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല, എന്നാലും കഴിച്ച്. ഒരു ഊണിന് എന്ത് വിലയാണെന്നറിയാം. ഇപ്പോൾ ഊണിനാണെങ്കിൽ 80 രൂപ, ചായക്കാണെങ്കിൽ 15 രൂപ. ഗ്യാസിന് വില കൂടിയപ്പോഴേക്കും എല്ലാത്ത സാധനങ്ങൾക്കും വില കൂട്ടി. പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, CNGക്ക് വില കൂടി, കുക്കിംഗ് ഗ്യാസിന് വില കൂടി, എല്ലാത്തിനും വില കൂടി. അപ്പം സാധനങ്ങളുടെയും വില കൂടി, അതുപോലെ തന്നെ ചായയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും വില കൂടി. നമ്മളെപ്പോലെയുള്ള ഡ്രൈവർമാർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല. അഥവാ ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും കഴിക്കലൊക്കെ ഒരു സമയത്ത് കഴിക്കാനേ പറ്റുള്ളൂ. കൊണ്ടുവരാനൊക്കെ ഒന്നും സാധിക്കാറില്ല ശരിക്കും പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കഴിച്ച് പോകണത്. ഞങ്ങളുടെ ഈ ഓട്ടോറിക്ഷയുടെ ആണെങ്കിലും മറ്റുള്ള ടാക്സിയുടെ ആണെങ്കിലും റേറ്റ് ഇതുവരെയും കൂടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഊബറിലാണെങ്കിലും ചാർജില്ല. ഊബറിലിപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ചാർജ് അവർക്ക് വളരെ ലാഭകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെവിടെയാണുള്ളതെന്ന് വെച്ചാൽ 2 കിലോമീറ്റർ ആണെങ്കിലും 3 കിലോമീറ്റർ ആണെങ്കിലും നമ്മൾ പോയി പിക്ക് ചെയ്ത് നമ്മളാ പിക്ക് ചെയ്യണ പൈസ ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മളത് പോയി എടുക്കുന്നുണ്ട്, അവർ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ചാർജ് കിട്ടണം. 1 രൂപയിലും നമുക്ക് കൂടുതൽ കിട്ടണില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ മേഖലയിൽ കുറച്ച് വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് പൈസ കൂട്ടാതെ നിവൃത്തിയില്ല. ഓൺലൈനിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ടാക്സി, ഓട്ടോറിക്ഷ, ടാക്സി എല്ലാ മേഖലയിലും കുറച്ച് പൈസ ഞങ്ങൾക്ക് കൂട്ടുന്നു. ഞങ്ങളെല്ലാ സാധനങ്ങളും ഞങ്ങൾ ഈ ചായക്കടയിലാണെങ്കിലും പലചരക്കടയിലാണെങ്കിലും സ്പെയർ പാർട്സിനാണെങ്കിലും വർക്ക്ഷോപ്പിലാണെങ്കിലും പമ്പിലാണെങ്കിലും അവർ പറയുന്ന റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുമ്പോഴാണ് പൈസ ചോദിക്കുമ്പോൾ തർക്കിക്കണം ആൾക്കാർ. പിന്നെ ഊബറിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പൈസ ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ല, അതിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റണില്ല. നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇതുപോലെ പ്രതികരിക്കാനാണെങ്കിൽ അത് കൂട്ടാണ്ട് ഇങ്ങോട്ട് പോകാനായിട്ടാണ്.